ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് റിയൽ സ്റ്റോറീസ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. എണീറ്റ പാടും അമ്മേനെ കൊണ്ടാക്കണം, അതാണ് ഏറ്റവും വലിയ ജോബ്. അത് കഴിഞ്ഞിട്ട് കൊണ്ടാക്കി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ അലക്കാനുള്ള തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടുന്നത്. ആ ഒരു 9 മിനിറ്റിലാണ് ഞാൻ ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക. ടൈമിൽ സെറ്റാക്കി കഴിഞ്ഞിട്ട് അടിച്ചു വരാനാണ് നെക്സ്റ്റ് ജോബ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാജിക് കാണിച്ചിട്ടെ. ഇതാണ് എൻ്റെ മാജിക്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? പക്ഷെ നല്ല പണി ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ബ്രഷ് എടുത്ത് നടക്കുന്ന സമയത്താണ് പല്ല് തേപ്പും പ്രകൃതി ഭംഗി ആസ്വദിക്കലും അലക്കിയതൊക്കെ ആറിടലും മുറ്റടിച്ച് വരലും ഇതൊക്കെ ഈ ടൈമിൽ നടക്കും. അടുക്കള കയറിയപ്പം ഫുൾ മൂഡും പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വേണ്ടത് കട്ടൻ ചായയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് കട്ടൻ ചായ. അതോടൊപ്പം തന്നെ ദോശയും. ഇവിടെ മിക്ക ദിവസങ്ങളിലും ദോശയാണ്. പക്ഷേ എന്തെങ്കിലും കഴിക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുക്കള ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ദോശയും ചായ കൊടുത്തു. അത് ഒരു കപ്പ് എന്തായാലും ഞാൻ കുടിക്കാറുള്ളത്, ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ടിവിയും വെച്ച് കുറേ നേരം കുക്കർ ഷോ കണ്ടു. അതിനുശേഷം നമ്മളെ മുടി നല്ല രീതിക്ക് എൻ്റെ മുടി പോകുന്നുണ്ട്. അപ്പോൾ റോസ്മേരി വാട്ടർ ഞാൻ യൂസ് ചെയ്ത് 1 കഴിഞ്ഞു. എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലോണം മുടി പോകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ റീസൺ ഒന്നും അറിയില്ല. നല്ല രീതിക്ക് മുടി പോകുന്നുണ്ട്. ജസ്റ്റ് മുടി തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ മുടി വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെനിക്ക് നല്ലോണം ഹെൽപ്ഫുള്ളായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോളോ അപ്പ് ബാക്കിയുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് ഫോളോ അപ്പും കഴിഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ 1 മണി ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രദർ പുറത്തു പോയ സമയത്ത് ഈ 5 രൂപേൻ്റെ ഓക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തു, ഫോൺ നോക്കുകയും ചെയ്തു. അതിന് ശേഷം 2:45 ആണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അന്നേരം ടി വിയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം ഫുൾ ടി വിയിലായിരുന്നു. എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമില്ല. അപ്പോൾ ഉറങ്ങിക്ക് എനിക്ക് വരാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കടന്ന് ഫോണിൽ നോക്കി സമയം കളഞ്ഞു. അത് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഫോൺ നോക്കിക്കൊണ്ട് കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്യും റൂമിൽ തന്നെ. ഈവനിങ് ആകുമ്പോഴത്തേക്ക് നല്ലോണം വിശപ്പ് വരാൻ തുടങ്ങി. കാരണം ഞാൻ ഉച്ചയ്ക്ക് നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇലയുടെ ആക്കി. ഇലയുടെ അല്ല ഇത് സംഭവം പറഞ്ഞാൽ, ഇതിന് വേറെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് ആക്കി കഴിച്ചു. അപ്പോഴത്തേക്ക് തന്നെ അമ്മ വന്നു. ഞാൻ ഫ്രഷായിട്ട് വീട്ടിൽ പിള്ളേരപ്പുറം കളിച്ചു. ഇതാണ് എൻ്റെ 2 അനിയന്മാർ. ഇതിൽ 2 കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഇവരെ പ്രത്യേകിച്ച് ഇടാം. കാരണം ഇവരെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വീഡിയോ പോരാ. എൻ്റെ ഈവനിങ് കട്ടൻ ചായയാണ്, സ്നാക്സും ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നേരെ ഫുഡ് കഴിച്ച് കുറേ സമയം ഫോണിലും ടി വിയിലുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു 10:15 ഞാൻ കടന്നുറങ്ങി കേട്ടോ. എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ വേഗം കടന്നുറങ്ങും. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടാട്ടോ.